എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് SCERT 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ജോഗ്രഫി ഭാഗത്തുനിന്ന് ഉള്ളൊരു ചാപ്റ്ററാണിത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ പോകുന്ന പരീക്ഷകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിച്ചുകൊള്ളുക. നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഒട്ടും സമയം കളയാതെ തന്നെ നോക്കാം. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച സ്ഥലം റിപ്പബ്ലിക് ഓഫ് ജനോവ. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച സ്ഥലം റിപ്പബ്ലിക് ഓഫ് ജനോവയാണ്. കൊളംബസ് ജനിച്ച കാലഘട്ടം 15ാം നൂറ്റാണ്ട്. 15ാം നൂറ്റാണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചിട്ടുള്ളത്. റിപ്പബ്ലിക് ഓഫ് ജനോവ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലിയാണ്. ഇറ്റലിയിലാണ് ഈ ഒരു റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യ കപ്പൽ യാത്ര നടത്തിയ വർഷം AD 1492 ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യ കപ്പൽ യാത്ര നടത്തിയ വർഷം AD 1492. ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യ കപ്പൽ യാത്ര നടത്തിയ വർഷമാണ് AD 1492. ഇന്ത്യയെ തേടിയുള്ള യാത്രയിൽ വഴിതെറ്റി കൊളംബസ് എത്തിച്ചേർന്ന സ്ഥലം വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളാണ്. അങ്ങനെ ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊളംബസ് വഴിതെറ്റി എത്തിച്ചേർന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ്. മെഗല്ലൻ ജനിച്ച കാലഘട്ടം 16ാം നൂറ്റാണ്ടാണ്. മെഗല്ലൻ ജനിച്ച കാലഘട്ടം 16ാം നൂറ്റാണ്ട്. മെഗല്ലൻ ജനിച്ച സ്ഥലം വടക്കൻ പോർച്ചുഗല്, അത് യൂറോപ്പിലാണ്. മെഗല്ലൻ ജനിച്ച സ്ഥലം വടക്കൻ പോർച്ചുഗല്, അത് യൂറോപ്പിലാണ്. മെഗല്ലൻ ലോകം ചുറ്റി സഞ്ചരിക്കാൻ യൂറോപ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചത് 1519 സെപ്റ്റംബറിലാണ്. ഫെർഡിനാൻഡ് മെഗല്ലൻ ലോകം ചുറ്റി സഞ്ചരിക്കാൻ യൂറോപ്പിൽ നിന്ന് യാത്ര തിരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1519 സെപ്റ്റംബറിലാണ്. ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങിയ മെഗല്ലനും കൂട്ടരും യുദ്ധത്തിലേർപ്പെട്ട ദ്വീപ് നിവാസികളാണ് മെക്ടാൻ. ഇവര് ഫിലിപ്പൈൻസുകാരിലാണ്. ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങിയ മെഗല്ലനും കൂട്ടരും യുദ്ധത്തിലേർപ്പെട്ട ദ്വീപ് നിവാസികളാണ് മക്താൻ എന്ന് പറയുന്നത്. ഈ മക്താൻ വിഭാഗം എന്ന് പറയുന്നത് എവിടെയാന്ന് ചോദിച്ചാല് ഫിലിപ്പൈൻസിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മെഗല്ലൻ കൊല്ലപ്പെട്ടത് ആരുമായുള്ള യുദ്ധത്തിലാണ്? മെഗല്ലൻ കൊല്ലപ്പെട്ടത് ആരുമായുള്ള യുദ്ധത്തിലാണ്? മക്താൻ ദ്വീപ് നിവാസികളുമായിട്ടുള്ള യുദ്ധത്തിലാണ് മെഗല്ലൻ കൊല്ലപ്പെടുന്നത്. മക്താൻ ദ്വീപ് നിവാസികളുമായിട്ടുള്ള യുദ്ധത്തിലാണ് മെഗല്ലൻ പരാജയപ്പെട്ട് കൊല്ലപ്പെടുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. മെഗല്ലനൊപ്പം ലോകം ചുറ്റാൻ ഇറങ്ങിയ കപ്പൽ ബാക്കിയായവർ യൂറോപ്പിൽ തിരിച്ചെത്തിയ വർഷം 1522 സെപ്റ്റംബറിലാണ്. മെഗല്ലനൊപ്പം ലോകം ചുറ്റാൻ ഇറങ്ങിയ കപ്പലിൽ ബാക്കിയായവർ യൂറോപ്പിൽ തിരിച്ചെത്തിയ വർഷം 1522 സെപ്റ്റംബറിലാണ്. മെഗല്ലൻ അവിടെ ദ്വീപ് നിവാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി. അയാളുടെ കൂടെ ബാക്കി കുറച്ചുപേരും കൂടെ മരിച്ചു. അതിനുശേഷം ബാക്കിയുള്ളവര് 1519 പോയവര് തിരിച്ചു വന്നത് 3 വർഷത്തിന് ശേഷം 1522 സെപ്റ്റംബറിലാണ്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ച സ്ഥലം തൃപ്പൂണിത്തുറ, എറണാകുളം. PSCക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് ഓർത്തു വെച്ചോളാം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ച സ്ഥലം തൃപ്പൂണിത്തറ, എറണാകുളം. മലയാളിയായ അഭിലാഷ് ടോമി സമുദ്രം വഴി ലോകം ചുറ്റാനായി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് 2012 നവംബറിലാണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മലയാളിയായ അഭിലാഷ് ടോമി സമുദ്രം വഴി ലോകം ചുറ്റാനായി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് 2012 ഡിസംബർ.
ലോകം ചുറ്റി സഞ്ചരിച്ച ശേഷം അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയത് 2013 മാർച്ച് 31-നാണ്. ലോകം ചുറ്റി സഞ്ചരിച്ച ശേഷം അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയത്, ഈ ചോദ്യമാണ് ഒരു PSCക്ക് വന്നിട്ടുള്ളത്. അത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2013 മാർച്ച് 31-നാണ്. ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് വേണ്ടിവന്ന കാലയളവ് 150 ദിവസമാണ്. ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമിക്ക് വേണ്ടിവന്ന കാലയളവ് 150 ദിവസം. ഭൗമോപരിതലത്തിലെ ഭൂപ്രദേശങ്ങളുടെ ചിത്രീകരണം അറിയപ്പെടുന്നത് ഭൂപടം എന്നാണ്. ഭൗമോപരിതലത്തിലെ ഭൂപ്രദേശങ്ങളുടെ ചിത്രീകരണത്തെയാണ് നമ്മൾ ഭൂപടം എന്ന് വിളിക്കുക. ഭൗമോപരിതലത്തിലെ ഭൂപ്രദേശങ്ങളുടെ ചിത്രീകരണം അറിയപ്പെടുന്നത് ഭൂപടം എന്നാണ്. ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂപടമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല എന്നിവയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഭൂമിശാസ്ത്ര പഠന മേഖലയിലും പ്രതിരോധ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഭരണനിർവഹണ മേഖലയിലും ഗതാഗത മേഖലയിലൊക്കെ നമ്മൾ ഈ ഒരു ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്ന ഭൂപടമായ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ കിട്ടിയിട്ടുള്ളത് മെസപ്പൊട്ടോമിയയിൽ നിന്നാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്, മുമ്പാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്ന ഭൂപടമായ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ കിട്ടിയിട്ടുള്ളത് മെസപ്പൊട്ടോമിയയിൽ നിന്നാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ആദ്യമായി ഭൂപടം വരച്ചെന്ന് കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് അനക്സിമാൻഡർ. ആദ്യമായി ഭൂപടം വരച്ചെന്ന് കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് അനക്സിമാൻഡർ. അനക്സിമാൻഡർ ജനിച്ചത് BC 610 ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ്. അനക്സിമാൻഡർ ജനിച്ചത് എവിടെയാന്ന് ചോദിച്ചാല് അദ്ദേഹം ജനിച്ച കാലഘട്ടം BC 610 ആണ്. ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് അനക്സിമാൻഡർ ജനിച്ചിട്ടുള്ളത്. അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്നത് തുകലും അതേപോലെ തന്നെ വെങ്കല ഫലകങ്ങളുമാണ്. അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചത് തുകലും വെങ്കല ഫലകങ്ങളുമാണ്. ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാം. ഇറാസ്തോസ്തനീസ് ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞൻ, ഹിപ്പാർക്കസ് ജ്യോതിശാസ്ത്രജ്ഞൻ, ടോളമി ജ്യോതിശാസ്ത്രജ്ഞൻ എന്നിവരാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയാസ് ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയാസ്. വിവിധ ഭൂപടങ്ങൾ ചേർന്ന് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയാസ് ആണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫിയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാർട്ടോഗ്രഫി എന്നാണ് പറയുക. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ പറയുന്ന പേര് കാർട്ടോഗ്രാഫർ എന്നാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ നമ്മൾ എന്തു പറയും? കാർട്ടോഗ്രാഫർ എന്ന് പറയും. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ കാർട്ടോഗ്രഫി എന്നും പറയും. കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിന്റെ അർത്ഥം ഭൂപടം എന്നാണ്. കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിന്റെ അർത്ഥം ഭൂപടം. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെ നമ്മൾ രേഖാചിത്രം എന്നാണ് പറയുക. പോലീസിലൊക്കെ രേഖാചിത്രം വരയ്ക്കുന്നത്, ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇടുമ്പോൾ രേഖാചിത്രം വരയ്ക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. വളരെ കുറച്ച്
സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് രേഖാചിത്രം എന്ന് നമ്മൾ പറയാം. ഒരു പ്രദേശത്തെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ. നമ്മൾ വീടിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് വിവിധ പ്ലാനുകൾ വരയ്ക്കാറുണ്ട്. ഒരു പ്രദേശങ്ങളിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ ചിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതിനെ നമ്മൾ പ്ലാനുകൾ എന്ന് പറയും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭൂപടങ്ങളിലെ പ്രധാനപ്പെട്ട ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഭൂപടത്തിന് തലക്കെട്ട് ആവശ്യമാണ്, ദിക്ക് ആവശ്യമാണ്, തോത്, സൂചിക തുടങ്ങിയവ ആവശ്യമാണ്, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ആവശ്യമാണ്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനവും ഇതിന് ആവശ്യമാണ്. ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നത് തലക്കെട്ടാണ്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നത് തലക്കെട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലം തോതാണ്. നമുക്ക് നമ്മുടെ ഭൂമിയുടെ വലിപ്പമൊന്നും വെച്ചിട്ട് ഒരു തലത്തിലും എത്ര വലിയ മാപ്പ് എടുത്താലും നമുക്ക് ആ മാപ്പിൽ നമ്മുടെ ഭൂമിയുടെ വലിപ്പമൊന്നും അതിൽ കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ ചെറിയ അളവുകളിലെ തോതാക്കി എടുത്തിട്ടാണ് ആ ഒരു അളവ് നമ്മൾ ക്രമീകരിക്കുക. ഭൂമിയുടെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലത്തെയാണ് നമ്മൾ തോത് എന്ന് പറയാം. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതികളാണ്. ഒന്ന് പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, മൂന്നാമത്തത് രേഖാരീതി. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതികൾ ആണ്. ഒന്ന് പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി എന്നിവ. ദിക്കുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കുനോക്കി യന്ത്രം. ദിക്കുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ത് എന്ന് ചോദിച്ചാൽ വടക്കുനോക്കി യന്ത്രമാണ്. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾ അക്ഷാംശ രേഖകളാണ്. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾ അക്ഷാംശ രേഖകൾ. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾ അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകാരത്തിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഇതിപ്പോ ഭൂമിയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് അവിടെ ഓർത്തു വെക്കുക. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഭൂമധ്യരേഖ. നമ്മൾ ഇവിടെ വരയ്ക്കുന്നതിൽ സെന്റർ ആയിട്ടുള്ള 0 ഡിഗ്രിയിൽ വരുന്ന രേഖകളെ നമ്മൾ എന്താണ് പറയാ? ഭൂമധ്യരേഖ എന്നാണ് പറയാ. 0 ഡിഗ്രിയിൽ വരുന്നത്. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തരധ്രുവം എന്നാണ്. ഭൂമധ്യരേഖയ്ക്ക് ഇപ്പൊ നമ്മള് ഇവിടെ ഭൂമധ്യരേഖ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 90 ഡിഗ്രി വടക്കായിട്ട് ഇവിടെയാണ് എന്ത് ചെയ്യുക? ഉത്തരധ്രുവം സ്ഥിതി ചെയ്യുക. ഇനി ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവും? ദക്ഷിണധ്രുവമായിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. മുകളിലേക്ക് വടക്ക് ഭാഗത്ത് ഏതാണ് അക്ഷാംശം? ഉത്തരധ്രുവമാണ്. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്ത് 90 ഡിഗ്രി തെക്ക് ഭാഗത്തെ അക്ഷാംശം അറിയപ്പെടുന്നത് ദക്ഷിണധ്രുവമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. തെക്കാണെ ദക്ഷിണമായിരിക്കും, വടക്കാണെങ്കിൽ ഉത്തരമായിരിക്കും. അത് നിങ്ങൾക്ക് ലോജിക്കിൽ തന്നെ അറിയായിരിക്കും. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂമി ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കാറുള്ള രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയാം. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഇപ്പൊ ഭൂപടത്തില് നമ്മൾ ഇതിന് മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മഞ്ഞ നിറം എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ അതിന് സൂചിക ആവശ്യമാണ്. ഭൂപടത്തിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക എന്ന് പറയുന്നത്.
ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. അപ്പൊ നമ്മൾ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവർ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു ഭാഗം കൃഷിയിടമാണ് എന്നുള്ളതാണ്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ നിറമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. 43ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ എനിക്ക് കൂടുതൽ ഇടാൻ മോട്ടിവേഷൻ ആവുന്നത് നിങ്ങളുടെ കമന്റുകളും സബ്സ്ക്രിപ്ഷനും ലൈക്കുകളും ഒക്കെയാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും എഴുതുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു. All the best.